ഹായ് ഫ്രണ്ട്സ്, റാങ്ക് ലിസ്റ്റ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കേരള PSC 2024 നടത്തിയ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യ ചോദ്യം, ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. സൂചനകൾ ഒന്നുകൂടെ വായിക്കാം. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. ഓപ്ഷൻസ്: അലി മുസ്ലിയാർ, പട്ടം എ താണുപിള്ള, TK മാധവൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അലി മുസ്ലിയാർ, പട്ടം എ താണുപിള്ള, TK മാധവൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് തന്നിരിക്കുന്ന സൂചനയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന വ്യക്തി. അദ്ദേഹം 1898 കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം നേടി. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററുമായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അടുത്ത ചോദ്യം, ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെ? ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെ? ഡൽഹി, ഔധ്, ബംഗാൾ, മദ്രാസ്. ഡൽഹി, ഔധ്, ബംഗാൾ, മദ്രാസ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഔധ് ആണ് ശരിയായ ഉത്തരം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. PSC ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഔധ് എന്ന പ്രദേശത്തെയാണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. നിസ്സഹകരണ സമരം ആരംഭിക്കുക. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണം. അപ്പോൾ തന്നിരിക്കുന്നവയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനമാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. തന്നിരിക്കുന്നവയിൽ 3 മാത്രമാണ് തെറ്റായ, അതുമായി ബന്ധമില്ലാത്ത തീരുമാനം. ബാക്കി 3ഉം ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതും പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് അവർ തിരിച്ചറിഞ്ഞതും 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണമെന്ന തീരുമാനമുണ്ടായതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിലാണ്. നിസ്സഹകരണ സമരം ആരംഭിക്കുക എന്ന തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 കൽക്കട്ട സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിസ്സഹകരണ സമരം ആരംഭിക്കുക എന്ന തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 കൽക്കട്ട സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഫൈനൽ ഡിസിഷൻ വന്നത് അതേ വർഷം 1920 നാഗ്പൂർ സെഷനിലൂടെയാണ്. അപ്പോൾ ഫൈനൽ ഡിസിഷൻ, അതായത് അവസാന തീരുമാനം വന്നത് 1920 നാഗ്പൂർ സെഷനിലാണ്. എന്നാൽ അതിൻ്റെ ഇനീഷ്യൽ ഒരു ഡിസിഷൻ എടുത്തത് 1920 കൽക്കട്ട സമ്മേളനത്തിലാണ്. അടുത്ത ചോദ്യം, 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ ദശാബ്ദി വർഷമാണ്? 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ ദശാബ്ദി വർഷമാണ്? വാഗൺ ട്രാജഡി, ജാലിയൻ വാലാബാഗ്, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം. ഇപ്പോൾ വാഗൺ ട്രാജഡി, ജാലിയൻ വാലാബാഗ്, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം. അപ്പോൾ 1921 നടന്ന സംഭവമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. വാഗൺ ട്രാജഡി നടന്ന വർഷമാണ് 1921. ഇതെന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? മലബാർ കലാപവുമായി റിലേറ്റ് ചെയ്ത ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി.
1921 നവംബർ 19 ഇത് സംഭവിച്ചത്. ഇതിനെ ദക്ഷിണേന്ത്യയിലെ ജാലിയൻ വാലാബാഗ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ജാലിയൻ വാലാബാഗ് എന്നറിയപ്പെടുന്നത് ഏത് സംഭവമാണ്? 1921 നവംബർ 19 നടന്ന വാഗൺ ട്രാജഡിയാണ് ദക്ഷിണേന്ത്യയിലെ ജാലിയൻ വാലാബാഗ് എന്നും അറിയപ്പെടുന്നത്. ഇത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. കുടിയരശ് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫുലെ, സമ്പത്ത് കൗമുദി ശ്രീനാരായണ ഗുരു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. കുടിയരശ് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫൂലെ, സമ്പത്ത് കൗമുദി ശ്രീനാരായണ ഗുരു. അപ്പോൾ ഇവയിലെ ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയായ ജോഡികളാണ്. 4 സമ്പത്ത് കൗമുദി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതല്ല. സമ്പത്ത് കൗമുദി ആരുമായി ബന്ധപ്പെട്ടതാണ്? രാജാ റാം മോഹൻ റോയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സമ്പത്ത് കൗമുദി എന്നത് ഒരു ബംഗാളി വീക്ക്ലി ന്യൂസ് പേപ്പർ ആയിരുന്നു. രാജാ റാം മോഹൻ റോയ് 1821 തുടങ്ങിയ ഒരു ബംഗാളി വീക്ക്ലി ന്യൂസ് പേപ്പറാണ് സമ്പത്ത് കൗമുദി. അത് രാജാ റാം മോഹൻ റോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബാക്കി തന്നിട്ടുള്ളവയിൽ ഗുലാംഗിരി ജ്യോതിറാവു ഫുലെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വിവേകവർദ്ധിനി വീരേശലിംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കുടിയരശ് EV രാമസ്വാമി നായ്ക്കറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഫ്രഞ്ച് വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, റഷ്യൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഫ്രഞ്ച് വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, റഷ്യൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് ആദ്യം നടന്നത്. വർഷം 1688. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. അതിനുശേഷം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് വരുന്നത്. അതിൻ്റെ വർഷം 1783. അതിനുശേഷം ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വർഷം 1799. പിന്നെ അവസാനം വന്നത് റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ വർഷം 1917. അപ്പോൾ ആദ്യം നടന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. അതിൻ്റെ വർഷം 1688. പിന്നെ നടന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. തുടങ്ങിയത് 1775 അവസാനിച്ചത് 1783. പിന്നെ നടന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വർഷങ്ങൾ 1789 തുടങ്ങി 1799 അവസാനിച്ചു. അവസാനം റഷ്യൻ വിപ്ലവം വർഷം 1917. അടുത്ത ചോദ്യം, വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാജസ്ഥാൻ, ആസാം, ബീഹാർ, മഹാരാഷ്ട്ര. രാജസ്ഥാൻ, ആസാം, ബീഹാർ, മഹാരാഷ്ട്ര. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആസാമുമായാണ് മൂഗ സിൽക്സ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മൂഗ സിൽക്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആസാമുമായാണ്. അടുത്ത ചോദ്യം, GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. 4 ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ് GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നത്. അപ്പോൾ GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കാനാകുന്നത് കുറഞ്ഞത് 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്. അടുത്ത ചോദ്യം, ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നുത്ഭവിക്കുന്ന ടെയിൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നുത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻസ്: മഹാനദി, ലൂണി, ഗോദാവരി, കാവേരി. മഹാനദി, ലൂണി, ഗോദാവരി, കാവേരി. ശരിയായ ഉത്തരം ഓപ്ഷൻ
എ ആണ്. മഹാനദിയുടെ ഒരു പോഷക നദിയാണ് ടെൽ നദി. അത് ഉത്ഭവിക്കുന്നത് ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിലാണ്. അപ്പോൾ ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദി. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയുമായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്? ഇപ്പോൾ റാബി വിളയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വിതയ്ക്കുന്നത് മഞ്ഞുകാലത്താണ്. അതായത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലത്താണ് നമ്മളത് വിതയ്ക്കുന്നതും. അതിൻ്റെ കൊയ്ത്ത് എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സമയത്തുമാണ്. അപ്പോൾ അതിൻ്റെ സോയിങ് പീരീഡ് എന്ന് പറയുന്നത് വിൻ്ററിലും ഹാർവസ്റ്റ് ചെയ്യുന്ന സമയം സ്പ്രിങ്ങുമാണ്. സോ ചെയ്യുന്നത് ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെയുള്ള സമയത്ത്, അതായത് വിതയ്ക്കുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്തും അതിൻ്റെ വിളവെടുപ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലത്തുമാണ്. അപ്പോൾ തന്നിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്ന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബാർലിയും പയറുവർഗ്ഗങ്ങളുമാണ് തന്നിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത്? ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത്? ഹിമാലയം, പശ്ചിമഘട്ടം, മേഘാലയ പീഠഭൂമി, പൂർവഘട്ടം. ഹിമാലയം, പശ്ചിമഘട്ടം, മേഘാലയ പീഠഭൂമി, പൂർവഘട്ടം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇപ്പോൾ പശ്ചിമഘട്ടത്തിലാണ് ഇന്ത്യയിലെ മൺസൂൺ മഴ ആദ്യമായി ലഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യമായി ലഭിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് പശ്ചിമഘട്ട പ്രദേശമാണ്. അടുത്ത ചോദ്യം, തിപായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? തിപായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്ത്യ നേപ്പാൾ, ഇന്ത്യ ചൈന, ഇന്ത്യ ഭൂട്ടാൻ. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇന്ത്യയും ബംഗ്ലാദേശും ആണ് തിപായ്മുഖ് ഡാം വേണ്ടി തർക്കത്തിലുള്ള രണ്ട് രാജ്യങ്ങൾ. അപ്പോൾ തിപായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? അപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ഈ ഡാമിൻ്റെ പേരിലുള്ള തർക്കത്തിന് കാരണമായ രണ്ട് രാജ്യങ്ങൾ. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? അപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്ന സമയത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ എന്ന് പറയുന്നത് PSC തന്നിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. ശക്തികാന്ത ദാസ് ആയിരുന്നു. എന്നാൽ നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. അപ്പോൾ ഇപ്പോൾ 2025 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള സമയത്ത്, ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ശക്തികാന്ത ദാസ് ആയിരുന്നു. ഇപ്പോൾ സഞ്ജയ് മൽഹോത്ര. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ബി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ കാരണമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 തന്നിരിക്കുന്ന എല്ലാം നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. അതായത് നബാർഡ് രൂപീകരിക്കപ്പെട്ടത് ബി. ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഇന്ത്യയിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. അപ്പോൾ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും നബാർഡുമായി ബന്ധപ്പെട്ട് ശരിയാണ്. അടുത്ത ചോദ്യം, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഉജ്ജീവനം പദ്ധതിയാണ് വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി, ഉജ്ജീവനം പദ്ധതി. അടുത്ത ചോദ്യം,
ഗോൾഡൻ റവല്യൂഷൻ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഗോൾഡൻ റവല്യൂഷൻ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹോർട്ടിക്കൾച്ചർ ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ഗോൾഡൻ റവല്യൂഷൻ അഥവാ സുവർണ വിപ്ലവം ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. സുവർണ വിപ്ലവം ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാൻ, ചൈന, ഇന്ത്യ, ബ്രസീൽ. പാകിസ്ഥാൻ, ചൈന, ഇന്ത്യ, ബ്രസീൽ. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: പി സി മഹ്ലനോബിസ്, എം വിശ്വേശ്വരയ്യ, കെ എൻ രാജ്, സുഖമോയ് ചക്രവർത്തി. അപ്പോൾ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പി സി മഹ്ലനോബിസ്. അപ്പോൾ പി സി മഹ്ലനോബിസ് ആണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? 109, 209, 74, 169. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, 109 ആണ് ധനബില്ലുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം. അപ്പോൾ മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 109 ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്: പൊതുജനാരോഗ്യം, മായം ചേർക്കൽ, തൊഴിൽ, വ്യാപാരവും വാണിജ്യവും. പൊതുജനാരോഗ്യം, മായം ചേർക്കൽ, തൊഴിൽ, വ്യാപാരവും വാണിജ്യവും. ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2, 3 കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അതായത് മായം ചേർക്കലും തൊഴിലുമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല വഹിക്കുന്നതാര്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല: സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക. സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് തന്നിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. അതായത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമാണ്. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല തന്നിരിക്കുന്നവയിൽ. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1949 ഡിസംബർ 9 ഡൽഹിയിൽ വച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. അപ്പോൾ മറക്കരുത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1949 ഡിസംബർ 9 ഡൽഹിയിൽ വച്ചാണ്. 1949 ഡിസംബർ 9 ഡൽഹിയിൽ വച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. അടുത്ത ചോദ്യം, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തതാര്? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത് ഏത് കമ്മീഷനാണ്? അശോക് മേത്ത കമ്മിറ്റി, ഹനുമന്തറാവു കമ്മിറ്റി, പി കെ തുങ്കൻ കമ്മിറ്റി, ജസ്റ്റിസ് വെങ്കടചെല്ലയ്യ കമ്മിറ്റി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട്
1989 ശുപാർശ ചെയ്തത് ആരാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. അപ്പോൾ PK തുങ്കൻ കമ്മിറ്റിയുടെ വർഷം ഓർത്തു വയ്ക്കുക 1989. അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകുന്നതുമായി PK തുങ്കൻ കമ്മിറ്റി 1989 അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ്, കോ വാറന്റോ, സെർച്വറി. ഹേബിയസ് കോർപ്പസ്, കോ വാറന്റോ, സെർച്വറി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലേ. 1, 2, 3 ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവുകളാണ്. ഇവ എന്തെന്ന് പറയാം? റിട്ടുകളെന്ന് പറയാം. അപ്പോൾ ഹേബിയസ് കോർപ്പസ്, കോ വാറന്റോ, സെർച്വറി ഇതെല്ലാം ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന റിട്ടുകളാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് രാജ്യത്തിൻ്റെ പ്രതിരോധം, അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, പരിസ്ഥിതി സംരക്ഷണം. രാജ്യത്തിൻ്റെ പ്രതിരോധം, അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, പരിസ്ഥിതി സംരക്ഷണം. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം 2ഉം 4ഉമാണ്. അപ്പോൾ അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണവുമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 52, 44, 39, 42. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. അപ്പോൾ നമ്മൾ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ ആദ്യത്തെ 26 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനർത്ഥം അതൊക്കെ റിപ്പീറ്റഡായി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേരള PSC ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പം നന്നായിട്ട് പഠിക്കുക. ആദ്യം തൊട്ട് അവസാനം വരെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കിയുമായി വരാം. താങ്ക് യു.